Once again, welcome back to my YouTube channel. നമ്മൾ സിമ്പിളായിട്ടുള്ള കോൺവെർസേഷൻസ് നടത്താൻ ഹെൽപ്ഫുൾ ആകുന്ന സെൻറ്റൻസസും ഫ്രേസസും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സീരീസിൻ്റെ ഡേ 3 ആണിത്. സോ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. അതിന് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് സെൻറ്റൻസസും ഫ്രേസസുമാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ജനൽ തുറക്കണം. അപ്പം വേറൊരാളോട് ഈ ജനലൊന്ന് തുറക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ പൊളൈറ്റായിട്ട് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ, കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ, അല്ലെങ്കിൽ കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ് എന്നും ചോദിക്കാം. കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ ക്യാനും കുഡും യൂസ് ചെയ്യാം. പക്ഷേ കുഡ് കുറച്ചും കൂടി പൊളൈറ്റാണ്. ഇനി തീർച്ചയായിട്ടും എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? ഷുവർ എന്ന് പറയാം. സോ കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? ഷുവർ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, അതായത് ദയവായിട്ട് എനിക്കൊരു കപ്പ് ചായ ഉണ്ടാക്കി തരാൻ കഴിയുമോ? അതെങ്ങനെ ചോദിക്കും? കുഡ് യു പ്ലീസ് മേക്ക് മീ എ കപ്പ് ഓഫ് ടീ. കുഡ് യു പ്ലീസ് മേക്ക് മീ എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ ദയവായിട്ട് എനിക്കൊരു കപ്പ് ചായ ഉണ്ടാക്കി തരാൻ കഴിയുമോ എന്നുള്ള അർത്ഥമാണ്. ഇനി തീർച്ചയായിട്ടും എന്ന് പറയാൻ ഓഫ് കോഴ്സ് എന്നും പറയാം. യെസ് ഓഫ് കോഴ്സ്. ഇനി വേറൊരു സിറ്റുവേഷൻ, ഇപ്പം നമുക്ക് ആരുടെയെങ്കിലും ഫോൺ നമ്പർ വേണം. അപ്പം നമുക്ക് അവരോട് ചോദിക്കണം, ദയവായിട്ട് നിങ്ങൾക്ക് അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാൻ കഴിയുമോ? അതെങ്ങനെ പറയും? കുഡ് യു പ്ലീസ് ഗീവ് മീ ഹിസ് ഫോൺ നമ്പർ. കുഡ് യു പ്ലീസ് ഗീവ് മീ ഹിസ് ഫോൺ നമ്പർ. അതായത് ദയവായിട്ട് അവൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നമ്മളുടെ ഫോൺ നമ്പർ ഇല്ല, അപ്പം നമ്മൾ എങ്ങനെ പറയും? സോ ഇതിനൊരു നെഗറ്റീവ് റിപ്ലൈ കൊടുക്കണം. അതായത് ക്ഷമിക്കണം, എനിക്ക് അവൻ്റെ നമ്പർ അറിയില്ല. അതെങ്ങനെ പറയും? ഐ എം സോറി, ഐ ഡോണ്ട് നോ ഹിസ് ഫോൺ നമ്പർ. ഐ എം സോറി, ഐ ഡോണ്ട് നോ ഹിസ് ഫോൺ നമ്പർ. അതായത് എനിക്ക് അവൻ്റെ ഫോൺ നമ്പർ അറിയില്ല എന്നാണ് മീനിങ്. സോ കുഡ് യു പ്ലീസ് ഗീവ് മീ ഹിസ് ഫോൺ നമ്പർ? എങ്ങനെ റിപ്ലൈ കൊടുക്കാം? ഐ എം സോറി, ഐ ഡോണ്ട് നോ ഹിസ് ഫോൺ നമ്പർ. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നിനക്ക് എനിക്ക് കുറച്ച് പണം കടം തരുന്നതിൽ അല്ലെങ്കിൽ വായ്പ തരുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ലെൻഡിങ് മീ സം മണി. ഡു യു മൈൻഡ് ലെൻഡിങ് മീ സം മണി. ലെൻഡ് എന്ന് പറഞ്ഞാൽ വായ്പ നൽകുക എന്നുള്ള അർത്ഥമാണ്. സോ എനിക്ക് കുറച്ച് പണം കടം തരുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു മൈൻഡ് ലെൻഡിങ് മീ സം മണി. സോ ഇവിടെയും നമുക്ക് നെഗറ്റീവായിട്ടൊരു റിപ്ലൈ കൊടുക്കണമെങ്കിൽ, അതായത് എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ പണമില്ല, അതെങ്ങനെ പറയും? എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ ഐ ആം സോറി എന്ന് പറയാം. നമ്മുടെ കയ്യിൽ പണമില്ല എന്ന് പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഐ ആം ബ്രോക്ക്. ഐ ആം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പണമില്ല എന്നുള്ളൊരു അർത്ഥമാണ്. സോ ഡു യു മൈൻഡ് ലെൻഡിങ് മീ സം മണി? ഐ എം സോറി, ഐ ആം ബ്രോക്ക്. ഇനി എന്തെങ്കിലും സജഷൻസ് കൊടുക്കണമെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകാൻ പോവാണ്, അപ്പോൾ ട്രെയിനിൽ പോയാലോ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ ഹൗ അബൌട്ട് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. സോ ഹൗ അബൌട്ട് ഗോയിങ് ദർ ബൈ ട്രെയിൻ, അതായത് ട്രെയിനിൽ അവിടെ പോകുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള അർത്ഥമാണ് ഹൗ അബൌട്ട് ഗോയിങ് ദർ ബൈ ട്രെയിൻ. ഇനി ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് തരുമ്പം നമ്മളത് കേട്ടിട്ട് നന്നായിട്ട് തോന്നുന്നുവെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് സൗണ്ട്സ് ഗുഡ്. ഇറ്റ് സൗണ്ട്സ് ഗുഡ്, അതായത് കേട്ടിട്ട് നന്നായിട്ട് തോന്നുന്നു എന്നുള്ള മീനിങ് ആണ്. സോ ഹൗ അബൌട്ട് ഗോയിങ് ദർ ബൈ ട്രെയിൻ? ഇറ്റ് സൗണ്ട്സ് ഗുഡ്. ഇനി ഇതേപോലെ തന്നെ ഇപ്പം പെയിൻറ്റിങ് നടക്കുവാണ്, അപ്പം വോളിൽ ഭിത്തിക്ക് നീല പെയിൻറ്റ് അടിച്ചാലോ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അതെങ്ങനെ പറയാം? ഹൗ അബൌട്ട് painting the walls blue. How about painting the walls blue? ഇനി ഇത് കേട്ടിട്ട് നമുക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സജഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഡസൻറ്റ് സൗണ്ട് വെരി ഗുഡ്. ഇറ്റ് ഡസൻറ്റ് സൗണ്ട് വെരി ഗുഡ്, അതായത് കേട്ടിട്ട് അത്ര നന്നായിട്ട് തോന്നുന്നില്ല എന്നുള്ള ഒരു മീനിങ് ആണ്. ഇനി നമുക്ക് എന്തെങ്കിലും സജഷൻ കൊടുക്കാൻ യൂസ് ചെയ്യാവുന്ന അടുത്തൊരു ഫ്രേസാണ് വൈ ഡോണ്ട്. വൈ ഡോണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു അർത്ഥമാണ്. സോ നമുക്കിങ്ങനെ ചോദിക്കണം, നമുക്ക് എന്തുകൊണ്ട് ബീച്ചിൽ പോയിക്കൂടാ? അതെങ്ങനെ ചോദിക്കും? വൈ ഡോണ്ട് വി ഗോ ടു ദ ബീച്ച്? വൈ ഡോണ്ട് വി ഗോ ടു ദ ബീച്ച്?
ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആരോടെങ്കിലും പെർമിഷൻ ചോദിക്കണം എന്ന് വെച്ചോ. സോ അതെങ്ങനെ ചോദിക്കാം? അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? അതായത് ഞാനിവിടെ ഇരിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നുള്ള അർത്ഥമാണ്. സോ നമുക്കിങ്ങനെ പറയണം, ഇല്ല, തീർച്ചയായും ഇല്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? നോ ഓഫ് കോഴ്സ് നോട്ട്. നോ ഓഫ് കോഴ്സ് നോട്ട്, അതായത് വിരോധമില്ല എന്നുള്ള അർത്ഥമാണ്. സോ ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? നോ ഓഫ് കോഴ്സ് നോട്ട്. എനിക്ക് വിരോധമൊന്നുമില്ല എന്നാണ് മീനിങ്. ഇനി നമുക്ക് മറ്റുള്ളവരോട് താങ്ക്സ് പറയേണ്ട സിറ്റുവേഷൻസിൽ, അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോയപ്പം നമ്മുടെ മക്കളെ ആരെങ്കിലും ജസ്റ്റ് നോക്കി, അപ്പം നമ്മൾ പറയത്തില്ലേ, എൻ്റെ മകനെ നോക്കിയതിന് നന്ദി. അതെങ്ങനെ പറയും? താങ്ക് യു ഫോർ ലുക്കിംഗ് ആഫ്റ്റർ മൈ സൺ. താങ്ക് യു ഫോർ ലുക്കിംഗ് ആഫ്റ്റർ മൈ സൺ. ഇനി വെറുതെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ, എന്നെ സഹായിച്ചതിന് നന്ദി. അങ്ങനെ പറയണമെങ്കിൽ താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറയാം. അതായത് നിങ്ങളുടെ സഹായത്തിന് നന്ദി. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. ഇനി നമ്മുടെ ബാഗ് ആരെങ്കിലും പിടിച്ച് നമ്മളെ സഹായിച്ചു, സോ അവരോട് എൻ്റെ ബാഗ് ചുമന്നതിന് നന്ദി എന്ന് പറയണം. അതെങ്ങനെ പറയും? താങ്ക് യു ഫോർ ക്യാരിയിങ് മൈ ബാഗ്. താങ്ക് യു ഫോർ ക്യാരിയിങ് മൈ ബാഗ്. ഇനി ആരെങ്കിലും നമ്മളോട് താങ്ക്സ് പറയുമ്പം നമുക്ക് അവരോട് എങ്ങനെയൊക്കെ റിപ്ലൈ പറയാം? ഒന്നുകിൽ യു ആർ വെരി വെൽക്കം എന്ന് പറയാം. യു ആർ വെരി വെൽക്കം. അല്ലെങ്കിൽ നോ പ്രോബ്ലം, അല്ലെങ്കിൽ നോ വറീസ് എന്ന് പറയാം. നോ പ്രോബ്ലം അല്ലെങ്കിൽ നോ വറീസ്. ഇനി വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഡോണ്ട് മെൻഷൻ ഇറ്റ് എന്ന് പറയാം. ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതിന് ചോദിക്കാവുന്ന ഒരു ഫ്രേസാണ് ആർ യു ഫോളോയിങ് മീ. ആർ യു ഫോളോയിങ് മീ, അതായത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള അർത്ഥമാണ്. ആർ യു ഫോളോയിങ് മീ. ഇതേ സെയിം മീനിങ് വരുന്ന വേറൊരു ഫ്രേസാണ് ആർ യു വിത്ത് മീ. ആർ യു വിത്ത് മീ. ഇതിൻ്റെ രണ്ടിനെയും മീനിങ് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ്. ഇനി നമുക്ക് മനസ്സിലാകുന്നില്ല, അപ്പം നമ്മൾ പറയത്തില്ലേ, ഇല്ല, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ദയവായിട്ട്? അതെങ്ങനെ പറയും? നോ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ. നോ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ. കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ദയവായിട്ട് ഇതൊന്നുകൂടി വിശദീകരിക്കാമോ എന്നാണ് മീനിങ്. ഇനി ഇതേപോലെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന വേറൊരു ഫ്രേസാണ് am I making sense. am I making sense. ഇതിൻ്റെയും മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഫ്രേസസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതൊക്കെ പഠിച്ചു വയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കും. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.